സ്വപ്നത്തിലേക്ക് ഒരു പായ്വഞ്ചിയിൽ കയറി ഉലകം ചുറ്റുകയാണ് ദിൽനയും രൂപയും. കാറ്റിന്റെ സഹായത്തോടെ 21,600 നോട്ടിക്കൽ മൈൽ ദൂരം കടലിലൂടെ യാത്ര. പസഫിക് അറ്റ്ലാന്റിക് സമുദ്രങ്ങളുടെ സംഗമസ്ഥാനമായ ചിലിയിലെ കേപ്പ് ഹോൺ കീഴടക്കിയിരിക്കുകയാണ് ഇരുവരും. കോഴിക്കോട് സ്വദേശിയാണ് ദിൽന. നാവികസേനയുടെ നാവികസാഗർ പരിക്രമ പദ്ധതിയിൽ കഴിഞ്ഞ ഒക്ടോബറിലാണ് ഇവർ യാത്ര തുടങ്ങിയത്. സെയിലിംഗ് വെസലായ തരിണിയിലാണ് സമുദ്ര സഞ്ചാരം. ശക്തമായ കാറ്റിനും ഉയർന്ന തിരമാലകൾക്കും പ്രവചിക്കാൻ കഴിയാത്ത കാലാവസ്ഥക്കും പേരുകേട്ട ദുഷ്കരമായ ഡ്രേക്ക് പാസേജ് ജലപാതയിലൂടെ വേണം കേപ്പ് ഹോണിലെത്താൻ. തെക്കേ അമേരിക്കയുടെ തെക്കേയറ്റത്തെ കേപ്പ് ഹോൺ കീഴടക്കിയത് കഴിഞ്ഞ ദിവസം. ദുഷ്കരമായ സാഹചര്യങ്ങളെ അതിജീവിച്ച ദിൽനയും രൂപയും കേപ്പ് ഹോണേഴ്സ് പദവിയും സ്വന്തമാക്കി. This is the moment which we have been waiting for since the last few years. It really feels incredible. We have successfully rounded the Cape Horn. It's an honor and privilege to represent India and Indian Navy, and we are proud to fly our flags here at Cape Horn. ഗോൾഡൻ ഗ്ലോബ് റേസ് ഹീറോയും മലയാളി നാവികനുമായ അഭിലാഷ് ടോമിയുടെ കീഴിലാണ് ലഫ്റ്റനന്റ് കമാൻഡർമാരായ കെ ദിൽനയും എ രൂപയും പരിശീലനം പൂർത്തിയാക്കിയത്. റിപ്പോർട്ടർ, കൊച്ചി.